ഹലോ ഗൈസ്, കുറേ ആയി ഒരു ജേണലൊക്കെ ചെയ്തിട്ട്. എൻ്റെ അടുത്ത് ചെറുതായിട്ടുള്ളൊരു ജേണൽ സെറ്റപ്പൊക്കെ ഉണ്ട്. ഒന്ന് കുറച്ച് വിൻറ്റേജും പിന്നെ ഒന്ന് കുറച്ച് ക്യൂട്ട് ഈസ്തറ്റിക്കൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും കാണിച്ചു തന്നിട്ടില്ല. സംഭവം ഞാൻ അത് കഴിഞ്ഞ വെക്കേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത്യാവശ്യം കഷ്ടപ്പെട്ട് കുറേ സപ്ലൈസസൊക്കെ സെറ്റാക്കി എടുത്തു. ഇതിൽ കൂടുതലായിട്ടും എൻ്റെ ഹാൻഡ് മെയ്ഡ് സപ്ലൈസസും പിന്നെ ബാക്കി പ്രിൻ്റ് എടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെയാണ്. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ജേണൽ കിറ്റ് വെച്ച് ഒരു 2-3 ജേണൽസൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ജേണൽ ചെയ്യാനായിട്ടുള്ള മൂടൊക്കെ പോയി. പിന്നെ ഇപ്പം വരച്ച് വീണ്ടും ജേണലിങ് എന്നുള്ളൊരു മേഖലയ്ക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് എടുത്ത് വെച്ചിട്ട് ഇപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനത് തുറക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കുറേ പാറ്റേൺ പേപ്പേഴ്സൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതാണ് എൻ്റെ ജേണൽ ബുക്ക് ഓർ ഡയറി എന്ന് പറയുന്നത്. ഇത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആകെ ഞാൻ അതിൽ 2 പേജ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ എൻ്റെ ചാനൽ കണ്ടതിന് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കണതാണ്. എൻ്റെ വോയിസൊന്നും ഇല്ലാത്തൊരു വീഡിയോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഇത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ബുക്കും ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാതെ ഇതിൻ്റെ ഒരു സൈഡ് കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉൾഭാഗത്തും ഞാൻ ഉണ്ടാക്കിയ ജേണലിനൊക്കെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിലും ഞാൻ ആകെ 2 ജേണൽസേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ 400 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ചെയ്തൊരു ജേണലാണ്. ഇപ്പം നമ്മുടെ ചാനൽ 6K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ആൻഡ് അതാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത ജേണൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിലും കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ്, സ്റ്റാമ്പ്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. സോ ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജേണൽ സപ്ലൈസസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ജേണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് കുറേ സപ്ലൈസസ് ഉണ്ടാക്കുക. ഈ ജേണലിംഗ് എന്ന് പറയുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാം. ജസ്റ്റ് 2 പേപ്പർ വെട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതിയാലും അത് ജേണൽ തന്നെയാണ്. അപ്പം ശരി, ഞാൻ ആദ്യം പോയിട്ട് എൻ്റെ വാഷി ടേപ്പൊക്കെ അവിടെ നിന്ന് തപ്പിയെടുക്കട്ടെ. എന്നിട്ടൊരു ജേണൽ ചെയ്യണം. അത് ഞാൻ നാളത്തെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.